കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം ചിന്താലേശായ പരമഗുരുവേ നമ. ഓം ചിന്താലേശായ പരമഗുരുവേ നമ. ഓം ചിന്താലേശായ പരമഗുരുവേ നമ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ഭഗവാൻ ചിന്താലേശൻ്റെ 3 ആശ്രമങ്ങളിലൊന്നായ നെയ്യാറ്റിൻകര ആലയിൽ ആശ്രമത്തിൻ്റെ സപ്താഹവുമായി ബന്ധപ്പെട്ട് നടന്ന അതിൻ്റെ ഗുണഗണങ്ങൾ, കാരണം ഈ 7 ദിവസവും വിലപ്പെട്ടതാണ്. നമ്മളെ ഇത് ശ്രവിക്കുന്ന അല്ലെങ്കിൽ 7 ദിവസത്തെ പാരായണവും നിങ്ങൾ കഥാരൂപത്തിൽ അദ്ദേഹം പറഞ്ഞു തരുന്നത് ശ്രവിച്ച് പോകുന്ന കേൾക്കുകയാണെങ്കിൽ കുഞ്ഞു കുട്ടി പരാധീനങ്ങൾ തൊട്ട്, അതായത് കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവരെ ഉള്ളവർക്ക് ആത്മജ്ഞാനം ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. മാത്രമല്ല, കുട്ടികൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കുന്നത് അവർ നല്ല വഴി നടക്കാൻ അവരെ സഹായിക്കുമെന്ന് സംശയം വേണ്ട. നമുക്ക് തന്നെ മാറ്റം വരും. നമ്മൾ ആവശ്യമില്ലാത്ത സമയം ദേവകാര്യങ്ങൾക്ക് വിനിയോഗിക്കും, അല്ലാതെ മറ്റ് ദുഷ്ടചിന്താഗതിയിലേക്ക് പോകത്തില്ല. ഈ സമയം ഈ ഗുരുക്കന്മാരുടെ വചനം ശ്രവിക്കുകയും അതുവഴി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിന് തന്നെ ഐശ്വര്യം വരും എന്നുള്ളതിന് സംശയം വേണ്ട. ഈ എപ്പിസോഡുകൾ നിങ്ങൾ മുടങ്ങാതെ കാണുക. കാരണം എല്ലാവർക്കും ഇത് മൊത്തം കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഉള്ളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ എപ്പിസോഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും കാണുക. അതിനൊപ്പം തന്നെ മക്കളെ ഒക്കെ എല്ലാവരും കേൾപ്പിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാരുണ്യല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കൃപാമൂർത്തിയാണ് ഈശ്വരനെന്ന് ആരാ അറിയണത്? അറിഞ്ഞ ഭക്തി വരില്ലേ? അറിഞ്ഞ അവിടത്തെ ആശ്രയിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അറിയാത്തോടത്തോളം കാലം നമ്മൾ ഈശ്വരനെ കുറ്റം പറഞ്ഞ് നടക്കും, അല്ലയോ? അതുകൊണ്ടാണ് ഭാഗവതം കേൾക്കണം, ഭഗവത് കഥകൾ കേൾക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഉപദേശമൊക്കെ കൊടുത്തതിന് ശേഷം സർവചരാചരങ്ങളിലും ഭഗവാനെ കാണുന്നവനാണ് ഭീഷ്മര്. ഭേദബുദ്ധി നീങ്ങിയ അദ്ദേഹത്തിന്. അങ്ങനെയുള്ള അദ്ദേഹം തൻ്റെ വാക്കുകളെ മനസ്സാക്ഷിയായ ശ്രീകൃഷ്ണനിലും വിലയിൽ ചേർത്ത് അദ്ദേഹം ഭഗവത് സായുജ്യം കൈവരിച്ചു. ആകാശത്ത് നിന്ന് ധാരാളം പുഷ്പങ്ങളെ കൊണ്ട് ദേവന്മാര് ഈ ഭീഷ്മരുടെ ദേവവ്രതന്റെ ആ ദിവ്യമായ ദേഹത്യാഗം. എല്ലാവരും മരിക്കണ മാതിരിയാണോ ഭീഷ്മര് മരിച്ചത്? നമുക്കൊക്കെ മരിക്കാന്ന് കേൾക്കുമ്പോഴേ സങ്കടമാണ്, പൊട്ടി കരയാൻ തുടങ്ങൂലേ? ശരിയല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു മരണമുണ്ട്, റോയൽ ഡെത്ത് എന്നാണ് പറയുന്നത്, അല്ലേ? രാജകീയമായി ജീവിച്ച് രാജകീയമായി മരിക്കുക, അല്ലേ? ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, ഭഗവാന്റെ കാരുണ്യം അനുഭവിച്ചുകൊണ്ട്, മനസ്സിനെ ഭഗവാൻ അങ്ങോട്ട് കൊടുത്തുകൊണ്ട്, ഭഗവാനിൽ വിലയിച്ച് ഈ ദേഹത്തെ മരണദേവതയ്ക്ക് കൊടുക്കാൻ സാധിച്ച മഹാനാണ് ആര്? ഭീഷ്മര്. ഇങ്ങനെ വേണ്ട മരിക്കാൻ? പരിഭ്രമത്തോടെ, ഭയത്തോടെ, അയ്യോ മരിക്കേണ്ടി വരുന്നല്ലോ, ഇവരൊക്കെ വിട്ടു പോകേണ്ടി വരുന്നല്ലോ ഉള്ള കരയും സങ്കടമായിട്ടാണോ? അതിനാണ് ഭാഗവതം കേൾക്കണം. മനസ്സിലായോ? ഈ നില വരാനാണ്. ഭക്തി കൊണ്ടേ അത് വരുള്ളൂ. മനസ്സിലായോ? ഭഗവാനിൽ മനസ്സ് കൊടുത്താലേ അത് വരുള്ളൂ. ഇങ്ങനെയാണ് ആ ഭീഷ്മ പിതാമഹന്റെ ഗംഭീരമായിട്ടുള്ളതായ സൽഗതി വർണ്ണിച്ചത്. അതിനുശേഷം പാണ്ഡവർക്കൊക്കെ അപ്പോഴാണ് കൃഷ്ണന്റെ മഹിമ മുത്തശ്ശന്റെ വാക്കുകളിലൂടെ മനസ്സിലായി. ഈശ്വരനാണ് കൃഷ്ണൻ, അങ്ങനെ ആൾ കണ്ടില്ല.
അതുപോലെ മുത്തശ്ശന്റെ മഹിമ മനസ്സിലായി. ഇത് കൃഷ്ണന്റെ വരവിന്റെ സങ്കല്പം മനസ്സിലാക്കിയ, കൃഷ്ണനുമായി ഐക്യം പ്രാപിച്ച് ഈശ്വരനുമായി ഐക്യം പ്രാപിച്ച ഏകാന്ത ഭക്തനാണ് ഭീഷ്മരെന്ന്. അതേറെ വേർപാട് ജീവിച്ചെന്ന് പറഞ്ഞില്ല, വേർപാട് അവർക്ക് ദുഃഖമുണ്ടാക്കി. പിന്നെ ഭഗവാൻ അവർക്കൊക്കെ കാലദേശങ്ങൾക്കനുസരിച്ചുള്ള ഉപദേശങ്ങൾ കൊടുത്ത് എല്ലാവരും ആശ്വസിപ്പിച്ചും വെച്ച് ഭഗവാൻ യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നീടാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജന്മം. പരീക്ഷത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ പറയണത്. പരീക്ഷിത്ത് അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് അന്ന് മരിക്കാതെ രക്ഷപ്പെട്ടത് കേവലം ശ്രീകൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള ആ പരീക്ഷത്ത് ജനിച്ചുടനെ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തു. കുട്ടിയുടെ ശ്രേയസിന് വേണ്ടി ധർമ്മപുത്രൻ കുളി കഴിഞ്ഞു വന്നു. ആ കുട്ടിയുടെ ജാതകമൊക്കെ എഴുതി കുട്ടിക്ക് പേരിടലും ജാതക ഫലം പറയലൊക്കെ വേണമെന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടാവും ധർമ്മനിഷ്ഠനായി രാജ്യം ഭരിക്കുമെന്നൊക്കെ അറിയണം. അപ്പോൾ പറഞ്ഞു, ഈ കുട്ടി അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ മരിച്ചതാ. ആ കുട്ടിയെ രണ്ടാമത് ജീവിപ്പിച്ച് നമുക്ക് തന്നത് മഹാവിഷ്ണുവിൻ്റെ കൃപയാണ്, ഈശ്വരൻ്റെ കാരുണ്യമാണ്, കൃഷ്ണകൃപയാണ് അല്ലേ. അതുകൊണ്ട് വിഷ്ണുരാധൻ എന്നാണ് ഒരു പേരിട്ടത്. വിഷ്ണുവിനാൽ രക്ഷിച്ചു കൊടുത്ത ആളെന്ന അർത്ഥത്തിൽ, ഭഗവാൻ രക്ഷിച്ചു കൊടുത്ത ആളെന്ന അർത്ഥത്തിൽ. പിന്നെ എങ്ങനെയാ പരീക്ഷിത്ത് എന്ന ആ പേര് അദ്ദേഹം വന്നത്? അതല്ല ഇട്ട പേര്. നമ്മൾ പലപ്പോഴും ഇട്ട പേരില്ലല്ലോ, വിളിപ്പേര് വേറെ, ചെവിയിൽ പറയുന്ന പേര് വേറെ, അങ്ങനെയല്ലേ പലപ്പോഴും പതിവ്. വിളിപ്പേരുണ്ടാവും, വിളിപ്പേരാണ് പരീക്ഷിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. എന്താ? ഗർഭദൃഷ്ടം അനുധ്യായനം. ഗർഭത്തിൽ വെച്ച് ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കണ്ട സൗഭാഗ്യശാലിയാണ് പരീക്ഷിത്ത്. ഭഗവാൻ നമ്മളൊക്കെ ഉള്ളിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? കണ്ടതിന് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ പരീക്ഷത്തിന് ഉള്ളിൽ വെച്ച് മഹാവിഷ്ണുവിനെ കാണാൻ സാധിച്ചു. അത് ഓർമ്മയുണ്ടായിരുന്നു നമുക്ക്. കാണുന്ന ഓരോരുത്തരും ആ ഭഗവാനെ ഇങ്ങനെ അന്വേഷിക്കും, അദ്ദേഹം തിരയും അദ്ദേഹം. അതുകൊണ്ടാണ് പരീക്ഷിക്കൊണ്ടാണ് അദ്ദേഹം പരീക്ഷത്തിന് പേര് വന്നത്. ഇരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഓരോരോ ഗുണങ്ങളെ കൊണ്ട് ഓരോ മഹാന്മാര് അന്ന് ലോകത്തിലുണ്ടായിരുന്നു. മനസ്സിലായോ? ആ മഹാന്മാരുടെ എല്ലാ ഗുണങ്ങളും, രതിദേവനേമാതി വിരാതമതി, ഏയാദിയമാതി ധർമ്മനിഷ്ഠൻ, ശ്രീരാമചന്ദ്രനെ പോലെ ധർമ്മനിഷ്ഠൻ, സത്യസന്ധൻ, പ്രഹ്ലാദനെ പോലെ ഭാഗവതോത്തമൻ, ഭക്തൻ, ഉത്തമ ഭക്തൻ, ഇക്ഷ്വാകുവിനെ പോലെ പ്രജാവത്സനായ ചക്രവർത്തി, ഇങ്ങനെ എല്ലാ നിലയിലും അദ്ദേഹം അദ്വിതീയനായിരുന്നു. ഇതുപോലൊരു മഹാനെ നിങ്ങൾക്ക് കിട്ടിയില്ലേ, ഈശ്വര അനുഗ്രഹം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഭൂമിയെപ്പോലെ ക്ഷമാമൂർത്തി, മഹാദേവനെ പോലെ സർവരും പെട്ടെന്ന് സന്തോഷിക്കുന്ന ആള്, അതുപോലെ സമുദ്രത്തെ പോലെ ആർക്കും ജയിക്കാൻ കഴിയാത്തവൻ, അഗ്നിയെ പോലെ പ്രഭാവശാലിയായവൻ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഒരു ഗുണം കൊണ്ട് അവർ ലോകത്തിൽ അജയന്മാരായി, മഹാനായി, കീർത്തിമാന്മാരായി. ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഈ കുട്ടിക്കുണ്ടാവും. ദുഷ്യന്തപുത്രനെ പോലെ ഭരതനെ പോലെ കീർത്തിമാനാകും, അർജുനനെ പോലെ വില്ലാളി വീരനായി തീരും, പരാക്രമശാലിയായി തീരും. ഇങ്ങനെയൊക്കെയാണ് ഈ കുട്ടിയുടെ മഹാത്മ്യങ്ങൾ. അവസാനം ധർമ്മസംരക്ഷണത്തിനായിട്ട് കലിയെപ്പോലും നിഗ്രഹിക്കും. ഇങ്ങനെ നന്മ മാത്രം പറഞ്ഞപ്പോൾ ധർമ്മപുത്രൻ ചോദിച്ചു, അങ്ങനെ വരില്ലല്ലോ, മനുഷ്യനാകുമ്പോൾ പുണ്യവും പാവവും ഏറെക്കുറെ ഒപ്പാകുമ്പോഴാണ് വരിക. അപ്പോൾ ഒന്ന് മാത്രം ഉണ്ടാവില്ല ജീവിതത്തിൽ. സുഖം മാത്രം പ്രതീക്ഷിക്കാൻ പാടില്ല, എന്നും നല്ലത് തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കാൻ പാടില്ല. രണ്ടും മാറി മാറി വരും. അപ്പോൾ പറഞ്ഞു, ഈ കുട്ടി ഇത്രയൊക്കെ മഹാനാണെങ്കിലും പരമഭക്തനാകും, ധർമ്മനിഷ്ഠനാകും, അനേക യാഗങ്ങൾ ചെയ്യും, അനേക രാജർഷിമാർ ഈ കുട്ടിയുടെ ഇവൻ്റെ വംശത്തിലുണ്ടാവും. എല്ലാം കൊണ്ടും നിങ്ങളുടെ പേര് പ്രശസ്തി നിലനിർത്തും. പക്ഷേ മരണം മാത്രം ഒരു മഹർഷികുമാരൻ്റെ ശാപം കൊണ്ട് തക്ഷകൻ എന്ന പാമ്പ് കടിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് വിഷമം തോന്നി ധർമ്മപുത്രന്. അപ്പം മഹർഷിമാർ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ വിചാരിക്കേണ്ട, ഈ ശരീരം എല്ലാവരുടെയും പ്രാരബ്ധാനുഭവത്തിന് വേണ്ടി ജനിച്ചെടുത്തതാണ്. അത് ജനിച്ച ശരീരം മരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അത് മരിക്കണം ഒരു ദിവസം. അതിന് ഓരോരുത്തർക്ക് കാരണം പൂർവ്വകർമാനുസൃതമാണ്. അതനുസരിച്ച് ഇദ്ദേഹത്തിന് പാമ്പ് കടിയൊക്കെ മരിക്കണം എന്നാണ് അതൊരു ശാപം കൊണ്ട് വന്നു ചെയ്തു. അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ ആ ശാപവും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായി തീരുന്നു. ശാപം കേട്ട മാത്രയിൽ ഈ മഹാൻ ആയ ഈ പൗത്രൻ എല്ലാ വിഷയങ്ങളിലും വിരക്തനായി ഭഗവാനെ പരിപൂർണമായി ശ്രീകൃഷ്ണനെ ശരണമടഞ്ഞ് ഗംഗാതീരത്ത് വന്ന് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. തത്സമയം ഋഷീശ്വരൻ പോലും ആരാധിക്കുന്ന ശ്രീശുഖബ്രഹ്മർഷി തന്നെ അവിടെ ഗുരുനാഥനായി വന്ന് ഭാഗവത് ഉപദേശിച്ച് അദ്ദേഹത്തിനെ ആത്മജ്ഞാനിയാക്കി മനസ്സ് ഭഗവത്പാദത്തിൽ ചേർത്ത് മുക്തനായിത്തീരും. അങ്ങനെ ശരീരത്തെ, പ്രാരബ്ധ ശരീരത്തെ പാമ്പിന് കൊടുത്തിട്ട് അദ്ദേഹം അതിന് മുമ്പ് തന്നെ ഭഗവാനിൽ വിലയിക്കും. ഇത്ര മഹാഭാഗ്യശാലിയാണ് അദ്ദേഹം എന്നൊക്കെ കേട്ടപ്പോൾ ധർമ്മപുത്രന് വളരെ സന്തോഷമുണ്ട്. അന്ത്യം നന്നാവൂലോ, അവസാനത്ത് ഭഗവത് പ്രാപ്തിക്ക് കാരണമാവൂലോ. എങ്കിൽ
കൊള്ളാമെന്ന് പറഞ്ഞ അവർക്ക് പല സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. ഇങ്ങനെയാണ് ആ പരീക്ഷത്തിൻ്റെ ജന്മം ഉണ്ടായത്. പരീക്ഷത്തിനെ കണ്ണിലുണ്ണിയായിട്ട് അവർ ഗംഭീരമായി വളർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ സന്തോഷമായിട്ട് ആ ഉണ്ണി ഉണ്ടായ തനിക്ക് രാജ്യം ഭരിക്കാൻ ഒരു അനന്തരാവകാശം ഉണ്ടായല്ലോ സന്തോഷത്തോടുകൂടി പാണ്ഡവരങ്ങനെ കഴിയണ സമയത്താണ് അതിന് വേറൊരു സന്തോഷം കൂടി അവർക്ക്. അതെന്താ? ഭാരതയുദ്ധം നടക്കണേന് മുമ്പ് തീർത്ഥയാത്രയ്ക്ക് പോയതായിരുന്നു വിതുരര്. ദുര്യോധൻ അടിച്ചു തല്ലിക്കൊല്ലാനൊക്കെ പറഞ്ഞു. എന്താ കാരണം? ദുര്യോധൻ്റെ ആ വേണ്ടാതിനങ്ങൾക്ക് കൂട്ടുനിന്നില്ല ഒരിക്കലും വിതുരൻ. അതാണ് വിതുരൻ ചെയ്ത മഹിമ. ആ ഹസ്തിനാപുരം കൊട്ടാരത്തിൽ എപ്പോഴും ഉയർന്നു കേട്ട ധർമ്മത്തിൻ്റെ ശബ്ദം, ധർമ്മകാഹളം എന്നൊക്കെ പറയാം, അത് വിതുരൻ്റെ ശബ്ദമായിരുന്നു. ഓരോ തവണ അധർമ്മം പാണ്ഡവരോട് കാണിക്കുമ്പോഴും അതിനൊക്കെ എതിരായിട്ട് ശബ്ദമുയർത്തി അതിനൊക്കെ എതിർത്ത ആളായിരുന്നു. മനസ്സിലായോ? ഇവതാ ഭാരതയുദ്ധം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ദൂത് പറയാൻ കൃഷ്ണൻ വന്ന സമയത്ത് കൃഷ്ണനെ പോലും അവമാനിക്കുകയും പിടിച്ചു കെട്ടാനൊക്കെ ആജ്ഞാപിക്കുകയും ചെയ്തു. ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. ആ വിശ്വരൂപം കണ്ട് ബോധം കെട്ട് കർണനും അഥവാ ദുശ്ശാസനും ദുര്യോധനൊക്കെ ബോധം കെട്ട് മറന്നു വിടും. പക്ഷേ അന്ധനായ ധൃതരാഷ്ട്രന് മാത്രം അത് കാണാൻ സാധിച്ചു. അതോടെ അദ്ദേഹത്തിന് സമാധാനം ഇല്ലാണ്ടായി, ഉറക്കലിയാണ്ടായി. എന്താ കാരണം? ഈ കൃഷ്ണൻ സാധാരണ മനുഷ്യനല്ലേ, സർവേശ്വരനാന്ന് മനസ്സിലായില്ലോ. ആ കൃഷ്ണനെയല്ലേ വെല്ലുവിളിച്ചത്, നിന്ദിച്ചത്, ധിക്കരിച്ചത്. ആ കൃഷ്ണനല്ലേ പാണ്ഡവരെ സഹായിക്കാൻ പാണ്ഡവരക്ഷം നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യുദ്ധം ഉണ്ടായാൽ എന്താ ഉണ്ടാവുക? ഒറ്റ കുഞ്ഞ് തൻ്റെ വംശത്തിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അതോടെയോ ഭാരതയുദ്ധം തൻ്റെ കുലനാശത്തിന് കാരണമാവുന്ന അറിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് ആകെ ടെൻഷനായി, വറിയായി, ഉറക്കല്ലാണ്ടായി, സമാധാനം ഇല്ലാണ്ടായി, ശാന്തി ഇല്ലാണ്ടായി. ഉടനെ സമാധാനിപ്പിക്കാൻ വിതുരനെ ആളയച്ചു വരുത്തി. വിതുരൻ അനിയൻ മാത്രമല്ല, മഹാമന്ത്രിയും കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവും കൂടിയാണ്. വിതുരൻ വന്ന് ഉപദേശങ്ങൾ കൊടുത്ത് പറഞ്ഞു, രാജാവേ, ഈ വംശം രക്ഷപ്പെടണം എന്നങ്ങ് ആഗ്രഹിക്കണ്ടോ? ധർമ്മം നടക്കണം എന്നങ്ങ് മോഹിക്കണ്ടോ? എങ്കിൽ രണ്ട് മാർഗമേ അങ്ങയുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ. അതങ്ങ് എപ്പോഴെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ വംശം രക്ഷപ്പെടും. ഇല്ലെങ്കിലോ സർവനാശം അങ്ങ് കാരണമാണ് ഉണ്ടാകാൻ പോണത്. ഈ വംശത്തിൻ്റെ എന്താ പറയില്ല, അടിത്തറ പൊളിക്കും അങ്ങയുടെ ഈ മകൻ ദുര്യോധൻ. ഒരു വംശത്തിൽ പിറന്ന കലിയാണവൻ. അതുകൊണ്ട് ഈ ദുര്യോധനെ നാടുകടത്തുക. പാണ്ഡവർ ധർമ്മനിഷ്ഠന്മാരാണ്. അവർ ഒരിക്കലും അധർമ്മത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നവരല്ല. അവർക്ക് അവകാശപ്പെട്ട രാജ്യം കൊടുത്ത് അവരുമായി സൗഹാർദ്ദത്തിൽ കഴിയാം. ഈ രണ്ട് മാർഗമല്ലാതെ ഈ വംശം നിലനിൽക്കണമെങ്കിൽ മൂന്നാമതൊരു വഴി കാണുന്നില്ല. അതുകൊണ്ട് അങ്ങേക്ക് തീരുമാനിക്കാം, അങ്ങാണ് ഇപ്പോഴും രാജാവ് അല്ലേ? ഇത് കേട്ടുകൊണ്ട് ദുര്യോധനൻ വരിക. ദുര്യോധന പിടിക്കോ? എടാ ദാസിയുടെ മകനെ, ഇളയച്ചനെ പറയുക, ദാസിയുടെ മകനെ, എൻ്റെ ചോറുണ്ട്, നീ എനിക്കെതിരെ കരുനീക്കം നടത്തുക. തൻ്റെ ഗുണ്ടകളെ വിളിച്ചു ദുര്യോധനൻ ഉടനെ. എന്നിട്ട് ആ ഗുണ്ടകളോട് പറഞ്ഞു, ഇവനിവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന്. വല്ല വിധേനയും ഇവൻ്റെ കൈയും കാലൊക്കെ തല്ലി അടിച്ചു കൊന്ന് എവിടെയെങ്കിലും കൊണ്ട് ഇയാളെ ഒഴിച്ചു മുടിയാലും വിരോധമില്ല. ഒരക്ഷരം മിണ്ടിയില്ല. അതിനെ വിളിച്ചു വരുത്തിയ മഹാരാജാവ് ധൃതരാഷ്ട്രൻ. അപ്പം ഇതിന് മനസ്സിലായി, എൻ്റെ തടി ഇനി കേടുവരാൻ വലിയ താമസമൊന്നുമില്ല. ദുര്യോധൻ്റെ ഗുണ്ടകൾ അയാളെ കൊന്ന് കുഴിച്ചിട്ടാലും ഒരൊറ്റ അക്ഷരം അവിടെ പറയാൻ ആളില്ല. വിതുരന് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. മഹാരാജാവ് ദുര്യോധനന് സപ്പോർട്ടാണെന്ന് മനസ്സിലായി. അതോടെ ദുര്യോധനോടുള്ള ആ സ്നേഹം കൊണ്ടല്ല, ഏട്ടനോടുള്ള മമത കൊണ്ട് മാത്രമാണ് ദുര്യോധനൻ അവിടുന്ന് പോകാണ്ടിരുന്നത്. ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നില്ലെങ്കിൽ തന്നെ തടി കേടാവൂലോ. അങ്ങനത്തെ ഒരു നില വരുത്തി തീർത്തു ഭഗവാൻ. അത് ഭഗവാന്റെ കാരുണ്യമാണെന്ന്, കൃഷ്ണന്റെ കൃപയാണെന്ന് വിതുരൻ മനസ്സിലാക്കി. അതായോ ഹസ്തനാപുരത്തിൽ ഭഗവാൻ വരുമ്പോഴൊക്കെ എവിടെ താമസിക്കുക? ഹസ്തനാപുരം കൊട്ടാരത്തിലല്ല, ഭക്തനായ വിതുരൻ്റെ വീട്ടിലാണ്. വിതുരൻ്റെ കഞ്ഞിയും വിതുരൻ്റെ വിതുരപത്നിയുടെയും ഭക്തിയുടെയും ഭിക്ഷ സ്വീകരിച്ചിട്ടാണ് അവിടെയാണ് താമസിച്ചു പോവുക. അങ്ങനെയുള്ള ഭഗവാന്റെ കാരുണ്യമാണ് എന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി ഈ രൂപത്തിൽ ദുര്യോധനെ കൊണ്ട് പ്രവർത്തിപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെ നിൽക്കല്ല നല്ലത് എന്ന് പറഞ്ഞ് അമ്പും വില്ലും മഹാരാജാവിനെ ഏൽപ്പിച്ച് എന്നെ തല്ലിക്കൊല്ലുമോ, എന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കൊന്നും വേണ്ട, ഞാൻ സ്വമേധയാ സന്തോഷമായിട്ട് പോകാൻ തയ്യാറാണ് എന്നും പറഞ്ഞിട്ടാണ് വിതുരൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയൊരു പോക്ക് പോയി. അതോടെ എന്തായി? ആ എന്തെങ്കിലും ഒരു പുണ്യം ആ കുരുവംശത്തിലുണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു വിതുരൻ. വിതുരൻ പോയതോടുകൂടി ആ പുണ്യം അവിടെ ഇറങ്ങിപ്പോയി. പിന്നെ ആരാ? കുരുവംശത്തിൻ്റെ കലിയായ ദുര്യോധൻ. അതാണ് എൻ്റെ നാശത്തിന് കാരണമായത്. അങ്ങനെ വിതുരൻ പോയിട്ടുണ്ടായി, വിതുരന് ഗുണമുണ്ടായി. വിതുരൻ വേഷം മാറിയിട്ടാണ് അവധൂതനെ പോലെ സഞ്ചരിച്ചത്. എന്താ കാരണം? ഹസ്തനാപുരത്തിലെ മഹാമന്ത്രിയെ എല്ലാവരും അറിയും, ലോകം മുഴുവൻ അറിയും. അദ്ദേഹം സൽക്കാരവും ബഹുമാനവും കിട്ടും. അദ്ദേഹത്തിന് തീർത്ഥയാത്ര വേണ്ട പോലെ ആവില്ല. അതുകൊണ്ട് ആളറിയിക്കാതെ പുരുഷന വസ്ത്രം ധരിച്ചും വേഷപ്രച്ഛന്നായിട്ട് ധരിച്ചു. അങ്ങനെ പല പുണ്യ തീർത്ഥങ്ങളിലും പോയി ക്ഷേത്രങ്ങൾ ദർശിച്ചു, മഹാന്മാരെ പലരെയും കണ്ടു. അങ്ങനെ പോണ സമയത്താണ് വൃന്ദാവനത്തിൽ വെച്ച്
പരമഭക്തനായ ഭഗവാന്റെ മന്ത്രിയും ഒക്കെയായ കൃഷ്ണന്റെ മന്ത്രിയൊക്കെയായ ഉദ്ധവനെ കാണുന്നത്. സന്തോഷത്തോടുകൂടി അവർ തമ്മിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്തു, ദ്വാരകയിലെ വർത്തമാനങ്ങൾ, ഭഗവാന്റെ വർത്തമാനങ്ങളൊക്കെ. അപ്പോഴാണ് ഭഗവാനിൻ്റെ സ്വധാമ ഗമനത്തെക്കുറിച്ച് അറിഞ്ഞത്. യാദവംശം മുഴുവനും ഭഗവത് സങ്കല്പത്താൽ രാവണ ശാപം മേടിച്ചു വെച്ച് തമ്മിൽ തല്ലി നശിച്ചു എന്നും അവസാനം ബലരാമനും ശ്രീകൃഷ്ണനും ഈ ലോകം വിട്ടുപോയി എന്ന് കേട്ടപ്പോൾ വിതുരന് വളരെ വളരെ സങ്കടം തോന്നി. ഭാഗ്യശാലികളല്ല വിതുരൻ, യാദവന്മാർ പോലും ഭാഗ്യം കെട്ടവരാന്ന് മനസ്സിലായി അല്ലേ? കൂടെ ഉണ്ടായിട്ടും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞ മാതിരി ഈ സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാനെ കൂടെ ഉണ്ടായിട്ടും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ പറഞ്ഞത്. ഇതാണ് ഭാഗ്യക്കേട് അല്ലേ? കുറച്ചാൾക്കാരെ കൃഷ്ണൻ ജീവിച്ചപ്പോൾ കൃഷ്ണൻ്റെ ഈശ്വരത്വം മനസ്സിലാക്കി സേവിച്ചുള്ളൂ. പലർക്കും സാധിച്ചില്ല. വിതുരന് സാധിച്ച അതിലൊരാളാണ്, ഉദ്ധവന് സാധിച്ച ഒരാളാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് അങ്ങപ്പോൾ എവിടേക്ക് പോകണമെന്ന് ചോദിച്ചു. എനിക്ക് ഭഗവാൻ അവസാന ഉപദേശം തന്നു അല്ലേ? ഭഗവാൻ പോണേന് മുമ്പ് എനിക്ക് ഉപദേശം തന്നു, ഭാഗവതധർമ്മ ഉപദേശം തന്നു. അതിനെ അനുഷ്ഠിക്കാൻ വേണ്ടി ഞാൻ ബദരീനാഥിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങേക്ക് തന്ന ഉപദേശം എനിക്കും ഉപദേശിച്ചു തരണം എന്ന് എനിക്കും മോഹം ഉണ്ടായിരുന്നു, ഭഗവാന്റെ ഉപദേശം കേൾക്കണം എന്നൊക്കെ. ആ സമയത്ത് ഉദ്ധവർ പറയുക, അങ്ങയ്ക്ക് ഉപദേശം തരാൻ ഞാനല്ല, അതിന് ഭഗവാൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരാളെ. ആരാ? ഉദ്ധവന് ഭഗവാൻ ഏകാദശ ഉപദേശം കൊടുക്കുന്ന സമയത്ത് മൈത്രേയ മഹർഷി അവിടെ ഉണ്ടായിരുന്നു ഒന്ന്. അപ്പോൾ മൈത്രേയ മഹർഷി ഈ ഉപദേശം കേട്ടിട്ടുണ്ട്. അന്ന് ഭഗവാൻ മൈത്രേയനെ വിളിച്ച് പ്രത്യേകം ഏർപ്പാട് ചെയ്തു അത്രേ. വിതുരനും ഈ ഉപദേശം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രാരബ്ധവശാൽ അദ്ദേഹം തീർത്ഥാടനത്തിലാണല്ലോ. തീർത്ഥാടനം നടത്തി ഒരു ദിവസം അങ്ങയുടെ അടുത്ത് വരും, അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ഉപദേശിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം ഭഗവാൻ വിതുരനെ മനസ്സിലോർത്ത് അദ്ദേഹത്തിനുള്ള ഉപദേശം കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടാണ് പോയത്. എന്നും കൂടിയും കേട്ടപ്പോഴോ വിതുരന് ആ ഭക്തി കൊണ്ട് ഹൃദയം അലിഞ്ഞു, ഗദ്ഗത കണ്ഠനായി, കണ്ണീരറിഞ്ഞു, കണ്ണുകൾ ആനന്ദ കണ്ണീർ കൊണ്ട് നിറഞ്ഞു. ആ ഭഗവാന്റെ ഭക്തവാത്സല്യം, കാരുണ്യം ഇതൊക്കെ ഓർത്തിട്ട് അന്ന് രാത്രി മുഴുവനും ആ രണ്ട് ഭക്തന്മാരും ഭഗവാന്റെ അവതാരം മുതൽ അന്തർധാനം വരെയുള്ള അത്ഭുത ലീലകൾ പാടിക്കൊണ്ട് രാത്രി ആ വൃന്ദാവന പുളിനത്തിൽ യമുനാ തീരത്ത് ആ കൃഷ്ണൻ ഓടി നടന്ന ആ പുണ്യഭൂമിയിൽ അവിടുത്തെ പാവനമായ കഥകളെ സ്മരിച്ചുകൊണ്ട് കര കഴിഞ്ഞു. അതാണ് ഭക്തന്മാർ തമ്മിൽ കണ്ട ഭഗവാനെക്കുറിച്ചേ പറയുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. മനസ്സിലായില്ലേ? ലൗകികന്മാർക്ക് കണ്ടാൽ ലൗകിക വാർത്തകളെ പറയാനുള്ളൂ അല്ലേ? അതുകൊണ്ട് നമ്മൾ ഭക്തന്മാരെടുത്ത് പോകണം, സജ്ജന സംസർഗത്തിൽ പോകണം എന്ന് പറഞ്ഞത്. അവിടെ കിട്ടുള്ളൂ ഭഗവാന്റെ കഥ അല്ലേ? അല്ലാതെ അയലക്കത്ത് പോയിരുന്നാൽ കിട്ടുമോ? കിട്ടില്ല. ഉദ്ധവനും ഭഗവാനും തമ്മിൽ നടന്ന കഥകളാണ് ഒന്നാം സ്കന്ധത്തിൽ കുറേ അധ്യായങ്ങൾ തന്നെ പറയുന്നുണ്ട്, വളരെ വിസ്തരിച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞു. പ്രഭാതമായി, നേരം വിളിച്ചു, സൂര്യൻ ഉദിച്ചപ്പോഴോ രണ്ടുപേരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. മൈത്രേയ മഹർഷിയുടെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞില്ലേ, നേരെ മൈത്രേയൻ്റെ ആശ്രമത്തിൽ പോയി. അവിടുത്തെ അന്തേവാസിയായി വിതുരൻ അദ്ദേഹം ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് എല്ലാം മനസ്സിലാക്കി. 3-ാം സ്കന്ധവും 4-ാം സ്കന്ധത്തിലെയും ഭാഗവത്തിലെ കഥകൾ വിതുരൻ്റെ സംശയത്തിന് ഉത്തരമായിട്ട് മൈത്രേയ മഹർഷി ഉപദേശിക്കുന്ന രൂപത്തിലാണ്. ഭാഗവതം മുഴുവൻ വേണ്ടി വന്നില്ല വിതുരന്. പരീക്ഷത്തിന് 7 ദിവസം ഭാഗവതം കേട്ടു അല്ലേ? വിതുരനോ 2 സ്കന്ധത്തിലെ കുറച്ച് കഥകൾ കേട്ടപ്പോഴേക്കും അദ്ദേഹം അറിയേണ്ടതറിഞ്ഞ് ജ്ഞാനിയായി, കൃതാർത്ഥനായി, അദ്ദേഹം ധന്യനായി. എന്തുകൊണ്ട്? അദ്ദേഹം യമധർമ്മരാജാവിൻ്റെ ഒരു ജന്മ. യമധർമ്മരാജാവിന് ആ ആണിമാണ്ഡവ മഹർഷിയുടെ ഒരു ശാപം കൊണ്ട് മനുഷ്യനായി കൊപ്രക്കേണ്ടി വന്നു. അതാണ് വേദവ്യാസ മഹർഷിയുടെ പുത്രനായിട്ട് ഒരു ശൂദ്രസ്ത്രീയിലൂടെ അന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം രാജ്യഭരണം ഇല്ലാതെ പോയത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് രാജ്യം ഭരിക്കേണ്ടിയിരുന്നത്. ഇതൊക്കെയാണ് വിതുരൻ്റെ മഹാത്മ്യം. അതുകൊണ്ട് ആ വിതുരൻ കൃതാർത്ഥനായി, ധന്യനായി, അങ്ങനെ ജീവൻ മുക്തനായി ആ ഈശ്വര സാക്ഷാത്കാരം കൈവരിച്ച വിതുരൻ ഇപ്പം രണ്ടാമത് തിരിച്ചു വന്നിരിക്കുക അവിടേക്ക്, ഹസ്തിനാപുരം കൊട്ടാരത്തിലേക്ക്. ഈ വിതുരൻ്റെ യാതൊരു വിവരവും പാണ്ഡവന്മാർക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. വിതുരൻ ഉണ്ടോ, ജീവനോട് ഇരിക്കണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെയാണ് അവർ കഴിഞ്ഞത്. ഒരു പ്രതീക്ഷയുണ്ടായില്ല അദ്ദേഹം തിരിച്ചു വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ വിതുരൻ വരുന്നത്. എന്താ പാണ്ഡവരുടെ ഒരു സന്തോഷം! അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങേക്കൊക്കെ തീർത്ഥാടനം എന്തിനാ? തീർത്ഥീ വിഭൂത സ്വയം വിഭോ. നാരദഭക്തിസൂത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് ഈ ഭാഗം എന്ന് പറഞ്ഞല്ലോ. നാരദഭക്തിസൂത്രം പഠിച്ചിട്ട് ഈ ഭാഗം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആ നാരദഭക്തിസൂത്രത്തിൽ നാരദ മഹർഷി പറയുക, തീർത്ഥീ കുറുവന്തി തീർത്ഥാനി ശാസ്ത്രീ കുറുവന്തി ശാസ്ത്രാണി. ഈ ശാസ്ത്രങ്ങളിൽ, ഈ പുസ്തകത്തിൽ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? അതിൽ പറഞ്ഞ പോലെയുള്ള മഹാന്മാർ നമ്മുടെ ഇടയിൽ ജീവിച്ച് കാണുമ്പോഴല്ലേ അപ്പോൾ നമുക്ക് പറ്റുമെന്ന് തോന്നൂലേ? അങ്ങനെയുള്ള മഹാനാണ് വിതുരൻ. ഭഗവാന്റെ സാക്ഷാത്കാരം നേടിയ ആളാണ്. അതുപോലെ തീർത്ഥസ്ഥലങ്ങൾ എങ്ങനെ തീർത്ഥസ്ഥലമാണാവണത്?
ഭഗവാനെ സാക്ഷാത്കരിച്ച വിതരനെ പോലുള്ള മഹാത്മാക്കൾ ഒരിടത്ത് താമസിച്ചാൽ ആ സ്ഥലം തീർത്ഥസ്ഥലവും. മനസ്സിലായോ? പുണ്യതീർത്ഥമാവും, പുണ്യക്ഷേത്രവും. ആ പാവകളൊക്കെ പോയിട്ട് അവിടുത്തെ അശുദ്ധാക്കിയിട്ടുണ്ടെങ്കിൽ മഹാന്മാർ വന്നൊന്ന് കുളിച്ചാൽ മതി, അവരെ പാദസ്പർശം ഉണ്ടായ ആ സ്ഥലങ്ങളൊക്കെ പുണ്യമായി തീരും. മനസ്സിലായോ? മഹാപുണ്യസ്ഥലമായി തീരും, തീർത്ഥാടന കേന്ദ്രമായി മാറും. ഇതൊക്കെ മഹാന്മാരുടെ മഹത്വമാണ്. അങ്ങനെയുള്ളൊരു മഹാനാണ് ഓൾറെഡി ഈ വിതരൻ. അങ്ങനെയുള്ള വിതരൻ എന്തിനാ തീർത്ഥയാത്ര എന്നാണ് ചോദിക്കുന്നത് പണ്ടവര്. പക്ഷേ അങ്ങനെയുള്ള അവർ പോയോണ്ട് ഗുണം എന്താ? ഈ പാവികളും ദുഷ്ടന്മാരൊക്കെ കേടുവെത്തിയ സ്ഥലങ്ങളൊക്കെ ഈ മഹാന്മാരവിടെ പോയി സ്പർശിക്കുമ്പോൾ, അവരെ പാദധൂളി ഏൽക്കുമ്പോൾ അതൊക്കെ ശുദ്ധമായി തീരും. മനസ്സിലായോ? അതാണ്. ഗംഗ പോലും എങ്ങനെയാത്രേ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു കണ്ടീഷനിലാണ് വന്നത്. ഗംഗ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഭഗീരഥൻ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ വരില്ല ഭൂമിയിലേക്ക്. എന്താ കാരണം? എന്നെ പാപികളൊന്നും അശുദ്ധാക്കില്ലേ? സ്വർഗത്തിൽ പാപികളില്ലല്ലോ, പാപികൾ സ്വർഗത്തിൽ പോലില്ലോ, പുണ്യം ചെയ്തവരല്ലോ. അപ്പൊ അവർ കുളിച്ചു കഴിഞ്ഞാൽ ഗംഗ അശുദ്ധയാവും, ഗംഗയ്ക്ക് പാപം ഉണ്ടാവില്ലേ? ഭൂമിയിൽ വന്നാലോ എത്രയും പാപികളുണ്ട്, ഗംഗയിൽ പോയി കുളിക്കില്ലേ? ഇവരുടെ പാപം മുഴുവൻ ഗംഗയ്ക്ക് വരില്ലേ? ഗംഗയെ ആ പാപത്തിൽ നിന്ന് ആര് മോചിപ്പിക്കുമെന്ന് ചോദിച്ചത്. അപ്പോൾ ഭഗീരഥൻ പറഞ്ഞു, ഇവിടെ ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാന്മാരുടെ നാടായി ഭാരതഭൂമി പ്രത്യേകിച്ച്. അവർ വന്ന് കുളിക്കുകയൊന്നും വേണ്ട, അവർ വെള്ളം തൊട്ടാൽ മതി, കൈകാല് കഴിയാൽ മതി, മുഖം കഴിയാൽ മതി, അമ്മയുടെ പാപക്കെ നീക്കും. അത്രയ്ക്കും കഴിവുണ്ടത്ര ഈ മഹാന്മാർക്ക്. കണ്ടോ? ആ കണ്ടീഷനിലാണ് ഭൂമിയിലേക്ക് വന്നേക്കണേ ഗംഗ. അതായോ? അതിന് തെളിയിക്കാനാണ് ഓരോ 12 വർഷം കൂടുമ്പോഴും നടക്കണെന്താ? കുംഭമേള അല്ലേ? അതിൽ എത്ര എത്ര യോഗികളും ദിവ്യന്മാരും ഗംഗയിൽ വന്ന് കുളിക്കേണ്ടെന്ന് അറിയോ നമുക്ക്? ഇപ്പൊ കഴിഞ്ഞില്ലേ മഹാകുംഭം? ഒരു ജീവിതായുസിൽ 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മഹാകുംഭം അല്ലേ? ഒരു വലിയ ഹൈന്ദവ മഹാസമ്മേളനം. ഇതൊക്കെ നമ്മൾ അത്ര ഹിന്ദുക്കൾ അതിനെക്കുറിച്ച് അതിൻ്റെ മഹത്വം അറിയേണ്ടി ഉൾക്കൊണ്ടുണ്ട് ഉണ്ടോ? ആ കുറേ ആൾക്കാർ അറിഞ്ഞവരൊക്കെ പോയിട്ടുണ്ട്. ഇവിടുന്ന് കേരളത്തിൽ നിന്നൊക്കെ അവസാനം കുറച്ച് ആൾക്കാരൊക്കെ പോയി ഇല്ലേ? അവസാനമാണ് ഇവിടുന്ന്. കേരളക്കാർക്ക് അവിടെ ഒന്നുമില്ല അല്ലേ? ആ അതൊക്കെ ഭക്തിയൊക്കെ വടക്കേ ഇന്ത്യക്കാർക്കാണ്, അവരെ കണ്ടു പഠിക്കേണ്ടത്. എന്തായാലും അങ്ങനെയുള്ള മഹാനാണ് വാസ്തവത്തിൽ ഈ വിതുരൻ എന്ന് പറയുകയാണ്. അതിനുശേഷം വിതുരൻ കുറച്ച് ദിവസം അവിടെ താമസിച്ചു. എന്തിനാ വിതുരൻ വന്നതെന്നറിയാമോ? നേരത്തെ പല പ്രാവശ്യം ഏട്ടനെ ഉദ്ധരിക്കാൻ വേണ്ടി ഉപദേശം കൊടുത്തു. പക്ഷേ ഏട്ടൻ്റെ ഉപദേശം സ്വീകരിക്കാൻ പറ്റില്ല. എന്താ കാരണം? ഇവിടെ വിതുരൻ്റെ ഉപദേശം കേൾക്കുമ്പോൾ വിതുരൻ പറയണമാരിയൊക്കെ ആവണം തോന്നും. ഇപ്പത്ത് ദുര്യോധനൻ വന്ന് പറയുമ്പോഴോ ദുര്യോധനോടുള്ള ആസക്തി, അറ്റാച്ച്മെൻറ്റ്, മമത, അവനോട് നോ പറയാൻ വയ്യ. അവസാനം അധർമ്മം ചെയ്ത് കൂട്ടുന്നുണ്ട് അല്ലേ? ഇപ്പം എല്ലാവരും മരിച്ചില്ലേ അതിൻ്റെ ഫലമായിട്ട്? ഇപ്പം ശത്രുവിൻ്റെ ചോറുണ്ട് അവതാരത്തിൽ അങ്ങനെ കഴിയുക ഗതികെട്ട പുലിയമാതിരി. ഇപ്പോഴെങ്കിലും ഉപദേശിച്ചാൽ അയാൾ നേരെയായാലോ എന്നുള്ള ഒരു വിചാരം. ഇതാണ് മഹാന്മാരുടെ കാരുണ്യം. ഇതിൽ നേരെ ഒരു രാത്രിയിൽ വലിയ ഏട്ടൻ താമസിക്കുന്ന കൊട്ടാരത്തിലേക്ക് വന്നു. ഗംഗാതീരത്ത എത്ര കാലത്തിന് ശേഷം മരിച്ചുപോയി എന്ന് വിചാരിച്ചു. തന്നെ ഉപേക്ഷിച്ച് അന്ന് പിണങ്ങിപ്പോയതാണ്. അവൻ ഇനി വരുന്നു പോലും വിചാരിച്ചിട്ടില്ല ധൃതരാഷ്ട്രൻ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വരവ്. എന്താ സന്തോഷം! ഓടി വന്ന് കെട്ടിപ്പിടിച്ചു, കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്തു. എങ്ങനെയുണ്ട് ചോദിച്ചു ഏട്ടനോട്. ഒന്നും പറയണ്ട, ഇപ്പോഴാണ് ശരിക്കും സമാധാനവും സന്തോഷമായിട്ടിരിക്കണേ ഞങ്ങളത്ര. എന്താ പാണ്ഡവന്മാരുടെ ഒരു വാത്സല്യം, കാരുണ്യം, ഒരു ബഹുമാനം, ആദരവ്. എല്ലാ രാജ്യകാര്യങ്ങളും രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാരാജാവ് ധർമ്മപുത്രന് നേരെ വരും വല്യത്തിനെയും വല്യമ്മയും നമസ്കരിക്കാൻ. എന്നിട്ടോ തലേദിവസം നടന്ന സംഭവങ്ങൾ, വിവാഹങ്ങൾ ഒക്കെ തീരുമാനങ്ങളെല്ലാം വല്യച്ഛനാണ് രാജാവ്, ഞങ്ങൾ വല്യച്ഛന് വേണ്ടി രാജ്യം ഭരിക്കാന്ന് ഉള്ള പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. മനസ്സിലായോ? അവരോട് ഒന്ന് പറയൂത്രേ, ഇത് സന്തോഷാലേ, ബഹുമാന. അപ്പോഴാണ് അണിയന് ദേഷ്യം വന്നത്. ഇപ്പോൾ നേരത്തെ മക്കളോടുള്ളതായ ആസക്തി കൊണ്ടാണ് ഇതുവരെ ഈശ്വരൻ്റെക്ക് അങ്ങനെ മനസ്സ് പോകാറുണ്ട്. ഇപ്പതാ ആരെ ശത്രുവായി കണ്ടുകൊണ്ട് ആരുടെ ധർമ്മപത്നിയെ അവമാനിച്ചുവോ, ആരെ അരക്കിന് ചുട്ടു കൊല്ലാൻ ശ്രമിച്ചുവോ, ഏതൊരു ഭീമസേന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചുവോ, ഇതിനൊക്കെ ആദ്യവസാനം കൂട്ടുതന്നു കള്ളച്ചൂതിലൂടെ അവമാനിച്ച് അവരെ കട്ടപ്പെടുത്തി യുദ്ധം പോലും ഉണ്ടായി ഈ ബന്ധുമിത്രാദികളൊക്കെ കൊല്ലാൻ ഇടവരുത്തിയത് അങ്ങയുടെ വിവേകമാണ്. എന്നിട്ടിന്ന് ആ ശത്രുവിൻ്റെ ഔദാര്യത്തിൽ ആ വയസ്സായ ഒരു നായ അവസാനം വീട്ടുകാരൻ കൊണ്ടുവരുന്ന ചോറുള്ളയ്ക്ക് വേണ്ടി കാത്തു കിടക്കണ മാതിരി ഭീമാവവർജിതം പിണ്ടമാദത്തെ ഗൃഹകാലവത്, ഭീമസേന ഉരുട്ടിത്തരുന്ന ചോറുള്ളയും കൊണ്ടുണ്ട് സുഖായിട്ടിടെ കഴിയണു. കഷ്ടം നാണാവില്ലെങ്കിൽ ഭീമസേനാണ് ചോറ് ഊട്ടി കൊടുക്കണത്, ഇടയ്ക്ക് വിരിച്ചു കൊടുക്കണത്, മേലെ എണ്ണ തേച്ച് ചൂടുവെള്ളം കൊണ്ട് കുളിപ്പിച്ച കൊടുക്കണത്. ഭീമസേനന്റെ സേവന ആത്മാർത്ഥ ഉണ്ടാവൂലേ? എന്താ പറയണത്? തൻ്റെ മകൻ്റെ മാറില് ദുശാസന്റെ മാറ് പിളർന്ന് ആ ചോര കൊണ്ട് പാഞ്ചാലിയുടെ തലമുടി കെട്ടിയവനാണ്. ആ മകൻ്റെ ചോരക്കറ പുരണ്ട കൈകൊണ്ട് ചോറ് ഉരുട്ടി
വലിച്ചാ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ വായ തരുമ്പോൾ നല്ല സ്വാദോടെ മേടിച്ച് തിന്നാൻ പറ്റണ്ടല്ലേ നിങ്ങൾക്ക്? ഇതൊക്കെ അങ്ങോട്ട് കുത്തുവാക്ക് പറയുക, കൊള്ളി വയ്ക്കണം ആദ്യം. എന്തിനാ? എപ്പോഴെങ്കിലും അദ്ദേഹം വിരക്തി വരട്ടെ ചെയ്തിട്ടാ വിചാരിച്ചിട്ടാ ആ വാക്ക് ഏറ്റു. വാസ്തവത്തിൽ ഗതി കെട്ടിട്ടല്ലേ ഇവരുടെ ഇടയിൽ കഴിയണത്, വേറെ ആരും ഇല്ലല്ലോ, അനാഥപ്രേതങ്ങളായില്ലേ, ബാക്കിയൊക്കെ മരിച്ചുപോയില്ലേ. അവസാനം ആരെ കരയാൻ തുടങ്ങി. വിജയന്റെ കൈ പിടിച്ചു. എനിക്ക് വാസ്തവത്തിൽ ഇവിടെ ജീവിക്കണം മോഹം ഉണ്ടായിട്ടല്ല, പക്ഷേ ഗത്യന്തരം ഇല്ലാതെയാണ്. എന്നാൽ ഇനിയെങ്കിലും പുറപ്പെട്ടോളൂ, സമയം ഇനി അധികം വൈകിട്ടേണ്ട, ഇനി ഒരാഴ്ചയുള്ളൂ അങ്ങേക്ക് ആയുസ്. അതിന് മുമ്പ് മനസ്സ് ഭഗവാനോട് ചേർക്കാൻ പറ്റിയ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അങ്ങനെ വിതുരൻ വന്നതിൻ്റെ ഉദ്ദേശം സാധിച്ചു, സഫലായി. ധൃതരാഷ്ട്രനെയും ഗാന്ധാരിയും കൂട്ടി നേരെ രാത്രിക്ക് രാത്രി തൻ്റെ യോഗശക്തി കൊണ്ട് ഹിമാലയത്തിലെത്തി, തപോഭൂമിയിലെത്തി. എന്നിട്ട് വിതുരൻ്റെ ഉപദേശം കൊടുത്ത് ഭഗവാൻ ധ്യാനത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ധ്യാനത്തിലിരുന്നു കൊണ്ട് മനസ്സ് ഭഗവാനിൽ ചേർത്തുകൊണ്ടാണ് അത്രേ ധൃതരാഷ്ട്രൻ ശരീരം ഉപേക്ഷിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടി സൗകര്യം. പ്രഭാസ നൃത്തത്തിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു വിതുരന്. അങ്ങനെ തൻ്റെ യമധർമ്മ ലോകത്തിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ പല സംഭവങ്ങളുണ്ടായി. നേരം പ്രഭാതത്തിൽ പതിവ് പോലെ വല്യച്ഛനെയും വല്യമ്മയും കണ്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങാൻ വരും ധർമ്മപുത്ര മഹാരാജാവ്. അന്ന് വരുമ്പോൾ കാണാനില്ല, അല്ലാത്ത പരിഭ്രമായി, സങ്കടമായി. അവരെ വിശ്വസ്തൻ ഭൃത്യനും മന്ത്രിയൊക്കെ ആയിട്ടുള്ള സഞ്ജയൻ അവിടെയുണ്ട്. സഞ്ജയനോട് ചോദിച്ചു. സഞ്ജയൻ പറഞ്ഞു, എനിക്കറിയില്ല. ഇന്നലെ എത്രയോ കാലത്തിന് ശേഷം വിതുരൻ വന്നു. അവരൊക്കെ വളരെ സന്തോഷമായിട്ട് ഓരോ വർത്തമാനങ്ങളും പഴയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിക്കണ കണ്ടു. അത് കണ്ട് ഞാൻ ഉറങ്ങാൻ പോയി. ഉണർന്നപ്പോഴോ ആരെയും കാണാനില്ല. എവിടെ പോയിന്ന് അറിയില്ല, എന്നെയും പറ്റിച്ചു പറഞ്ഞു. വളരെ വിഷമായി. എങ്ങാനും അവർ ഗംഗയെ ചാടി മരിച്ചിട്ടുണ്ടാവുമെന്നാണ് ഇപ്പോൾ ധർമ്മപുത്രൻ്റെ വിചാരം. എന്താ കാരണം? മക്കളെയൊക്കെ തല്ലിക്കൊന്നവരുടെ ചോറും കെട്ടാണല്ലോ ഇപ്പോൾ കഴിയണത്. അപ്പം ഞങ്ങളെ എത്രയൊക്കെ ശുശ്രൂഷിച്ചാലും മക്കളെ കൊന്നവരെന്നുള്ളൊരു വിചാരം മനസ്സിൽ കിടക്കണ്ടാവൂലേ? അപ്പം എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ആ സേവനത്തിന് എന്തെങ്കിലും ഒരു പോരായ്മയോ കുറവോ വന്നാൽ മനസ്സ് വിഷമിക്കും. ഇനി വേണ്ട, ഈ ദുഷ്ടന്മാരുടെ ഇടയിൽ ജീവിച്ചിട്ട് മതിയാക്കാം. ഈ ചെങ്ങാൻ മനസ്സ് നൊന്ത് വെള്ളത്തിൽ ചാടി ചത്തണ്ടാവും. പാപം, അത്ര പാപിയായി ഞാൻ എല്ലാവരും രക്ഷിക്കുന്ന ആളായിട്ട് എൻ്റെ വല്യച്ഛനെയും വല്യമ്മയെ രക്ഷിക്കാനായില്ലല്ലോ എന്നുള്ള വിചാരം. അതോടെ വീണ്ടും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ദുഃഖം. ഉപദേശം കേട്ട്, ഭീഷ്മരുടെ ഉപദേശം കേട്ട് സമാധാനം കിട്ടിയതായിരുന്നു അല്ലേ? വീണ്ടും വന്നു. ഞാനാണ് രക്ഷിതാവ്, ഞാൻ വന്നാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. പിന്നെ അഹങ്കാരമുള്ളവർക്ക് സമാധാനം ഉണ്ടാവില്ല. മനസ്സിലായോ? അഹന്തയും മമതയും ദുഃഖത്തിന് കാരണം. ഇത് പഠിപ്പിച്ചു. ഉടനെ ഭഗവാന്റെ ഭക്തനല്ലേ അദ്ദേഹം. ഭക്തന് വിഷമം തന്നാൽ ഭഗവാൻ സഹിക്കുമോ? ഉടനെ സത്സംഗം ഉണ്ടാവും. നമുക്ക് നല്ല ഭക്തന്മാരാണ്. ഭഗവാനെ നാം സേവിക്കണ്ടെങ്കിലോ നമുക്ക് ദുഃഖം വരുമ്പോഴൊക്കെ സത്സംഗത്തിന് അവസരം ഉണ്ടാവും. ഇതാണ് ഈശ്വരാനുഗ്രഹം കേട്ടോ. ഇതിൽ വലിയ അനുഗ്രഹമില്ലേ? സത്സംഗം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരമൊക്കെ പോകും. മഴ പെയ്ത് കഴിഞ്ഞാൽ മാനം വെളുക്കില്ലേ, ആകാശം വെളുക്കില്ലേ? ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലെ ഭാരം മുഴുവനും സത്സംഗം കേൾക്കുമ്പോൾ ഇല്ലാണ്ടാവും. അതുവരെയുള്ള ദുഃഖമൊക്കെ. ഇതാണ് ഭഗവാന്റെ കാരുണ്യം. ഉടനെ ധർമ്മപുത്രനെ ആശ്വസിപ്പിക്കാൻ വന്നു അവിടെ അങ്കിരസ്തും നാരദ മഹർഷി, 2 മഹർഷിമാർ. ആ മഹർഷിമാരോട് വിഷമങ്ങളൊക്കെ പറഞ്ഞു, വല്യച്ഛൻ്റെ വലിയമ്മയുടെ കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ നാരദൻ പറഞ്ഞു, മഹാരാജാവേ, ഈ ലോകത്തിലുള്ളവരെയൊക്കെ രക്ഷിക്കണ ഉത്തരവാദിത്വം അങ്ങാണോ ഏറ്റെടുത്തണം? അങ്ങാണോ ലോകം സൃഷ്ടിച്ചത്? ലോകം സൃഷ്ടിച്ച ഭഗവാനല്ലേ അതിൻ്റെ ഉത്തരവാദിത്വം? ഇത് ഈശ്വരവശം ജഗത്. ഈശ്വരൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ജഗത്ത് നിൽക്കുന്നത്. മനസ്സിലായോ? അങ്ങ് എല്ലാവരെയും രക്ഷിക്കണമെന്ന് വിചാരിക്കണത് എങ്ങനെയാ അറിയാമോ? ഒരു പാമ്പ് തവളയെ പിടിച്ചു. പാമ്പ് ചെറുതും തവള വലുതും ആയതുകൊണ്ട് പെട്ടെന്ന് ഇറക്കാൻ പറ്റുന്നില്ല. കുറേശ്ശെ ഓരോ ഇഞ്ചിഞ്ചായിട്ട് തവളയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ആ തവള അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതിന് പറ്റണില്ല, അത് കരയുക. ഈ തവളയുടെ കരച്ചിൽ കേട്ടിട്ട് ഇതുപോലെ അപ്പുറത്ത് വേറൊരു തവളയും പാമ്പിൻ്റെ വായിലിരിക്കുന്നത്. ആ തവള ഈ തവളയെ ആശ്വസിപ്പിക്കത്രേ, നീ പേടിക്കണ്ട കേട്ടോ, ഞാൻ വന്ന് നിന്നെ രക്ഷിക്കാട്ടോ. ഇതുപോലെ നമ്മളൊക്കെ രക്ഷിതാവെന്ന് പറഞ്ഞാൽ എല്ലാവരും രക്ഷിക്കാമെന്ന് വിചാരിക്കണതേ. നമ്മളെ ആരാ രക്ഷിക്കണേ? നമ്മൾ രക്ഷപ്പെട്ടു ശരിക്കും. ഈ തവള പാമ്പിൻ്റെ വായിലിരുന്നിട്ട് കരയുന്ന തവളയോട് മറ്റേ തവള ഞാൻ കരയണ്ട രക്ഷിക്കാന്ന് പറയണ പോലെയാണ് നമ്മളും ഒക്കെ അത്രേ. ഓരോ തവളകളെ മാതിരിയാണ്. ഏത് പാമ്പിൻ്റെ വായിലാണ് നമ്മൾ? കാലമാവുന്ന പെരുമ്പാമ്പിൻ്റെ വായിൽ. ഇന്ന് വയസ്സെത്രയും പിറന്നാളെത്ര ഉണ്ടോ അത്രയും പാമ്പിൻ്റെ വായിലാണ് നമ്മൾ അറിയണ്ടോ? ഏത് നിമിഷം ഈ പവള വിഴുങ്ങുക, കഴിയുക, അവസാനം ശ്വാസം പോവാന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ? വാഹനം ഓരോ സാധനങ്ങൾ മേടിക്കണം, വാറണ്ടി ഉണ്ട് അല്ലേ? ഇതിന് വല്ല ഗ്യാരണ്ടിയും വാറണ്ടി ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. നിശ്വാസത്തെ ഊപ്പർ ക്യാ വിശ്വാസേന ഹിന്ദിയിൽ ചൊല്ലു തന്നെ, അല്ലയോ? ഈ പുറത്തു പോയ കാറ്റ് അടുത്ത നിമിഷം അകത്ത് വരും നമുക്ക് പറയില്ലേ, നമ്മുടെ കയ്യിലല്ലത്. മനസ്സിലായോ? ഒരു നിമിഷം കഴിഞ്ഞെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം. ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കഴിയുക. മനസ്സിലായില്ലേ? ഈ കാലമാകുന്ന പെരുമ്പാമ്പിന്റെ വായന നമ്മൾ ഓരോരുത്തരും പെറ്റ് വീണത് അവിടേക്ക് വീഴാൻ തുടങ്ങി അല്ലേ? ഇനി എത്രയുണ്ട്? എത്ര വയസ്സാച്ച അത്ര അകത്ത് പോയി, ഇനി കുറച്ചുള്ളൂ പുറത്ത്. മനസ്സിലായോ?
ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കാലാരിയായ ഭഗവാനെ സേവിക്കണം, ആശ്രയിക്കണം, വേണ്ടേ? ആ ഭഗവാനെ സാക്ഷാത്കരിക്കണം, ഭഗവത് പദം പ്രാപിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പെരുമ്പാമെന്ന വായിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് നമ്മൾ അറിയണ പോലും ഇല്ല പാമ്പിന്റെ വായാണ്. പിന്നെ വേണ്ട രക്ഷപ്പെടാൻ ശ്രമിക്കാൻ. രക്ഷപ്പെടാതെ നമ്മൾ എല്ലാവരും രക്ഷിക്കാൻ കോൺട്രാക്ട് എടുക്കുക. എന്ത് വിവരമില്ലായ്മയല്ലേ നമ്മളെ നോക്കിയിട്ട് പറയണത്. മനസ്സിലായോ? നാരദന്റെ വാക്ക് കേട്ടപ്പോ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെ ആർക്ക്? ധർമ്മപുത്രന്. ശരിയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താനാണ് വിവരം വന്നത്. മനസ്സിലായോ? നിങ്ങളെ കാണാനല്ല. അവർ രക്ഷപ്പെട്ടു. അവർ രണ്ടുപേരും തപസ്സിരിക്കപ്പോൾ. മനസ്സിലായോ? ഇനി അധികം ദിവസമില്ല, 5-6 ദിവസമേ ആയുസുള്ളൂ. ധ്യാനത്തിലിരുന്ന് ധൃതരാഷ്ട്രൻ ഭഗവത് പദത്തിലെത്തും. ആ വഴിക്ക് പോവാൻ നിങ്ങൾക്കും സമയമായിട്ടുണ്ട്. തപസ്സിനുള്ള തയ്യാറെടുത്തോളൂ. ഭൂമിയിൽ ധർമ്മസംരക്ഷണത്തിന് വേണ്ടി അവതരിച്ച കൃഷ്ണൻ പോലും ഈ ലോകം വിട്ടുപോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. വാസുവിൽ കൃഷ്ണന്റെ സദാമകരണം കഴിഞ്ഞു, കൈകൊണ്ടത്തിൽ പോകൽ കഴിഞ്ഞു. പക്ഷെ അതിവിടെ പറഞ്ഞാൽ പാണ്ഡവർക്ക് സഹിക്കില്ല, ദുഃഖം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞില്ല. പക്ഷേ സൂചിപ്പിച്ചു നിങ്ങൾക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് നാരദൻ അവരോട് അനുഗ്രഹിച്ചുകൊണ്ട് പോയി. അതിന് പിന്നാലെയാണ് അർജുനൻ, ദ്വാരകയ്ക്ക് പോയ അർജുനൻ 6 മാസം കഴിഞ്ഞിട്ട് മരണം കാണാനില്ല. പല ദുശ്ശകങ്ങൾ ഇവിടെ കാണുന്നു. പല തരത്തിലുള്ള മനസ്സിന് വിഷമുണ്ടാവുന്നു, പ്രകൃതിയിലെ ക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു, പാപഗ്രഹങ്ങൾ പുണ്യഗ്രഹങ്ങളെ വിഴുങ്ങുക, ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ഇളകുക, അതൊന്ന് കണ്ണുനീര് വരിക, സൂര്യനെ നോക്കി കഴുതകൾ ഓരിയിടുന്നു, ആരാജാവെ നോക്കി പട്ടികൾ പറിച്ചു വരുന്നു. പല തരത്തിലുള്ള അകത്തും പുറത്തും, മനസ്സിനകത്തും ശരീരത്തിന് വെളിയിലും ആ പ്രകൃതിയിലും പല പല ആപത്തുണ്ടാവാനുള്ള സൂചനകൾ കണ്ടു. സമാധാനം നഷ്ടപ്പെട്ടു. ഭീമസേനോട് ചോദിച്ചു, എന്ത് പറ്റി? എന്തോ വലിയ കനത്ത ഒരാപത്ത് വരാൻ പോകണമെന്ന് ഉറപ്പ്. അതിൻ്റെ സൂചനകളായി കാണുന്നത് മുഴുവനും. ഭഗവാന്റെ നാരദ മഹർഷി പറഞ്ഞ ആ അമംഗള സമയം, ഭഗവാൻ ഈ ലോകത്തുനിന്ന് പോയ പിന്നെ കലിയല്ലേ, ആ സമയം വന്നു. ഭഗവാൻ പോയോ? അർജുനൻ മടങ്ങി വന്നെങ്കിൽ ഇവരറിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുനൻ ദ്വാരകയിൽ നിന്ന് മടങ്ങി വരുന്നു. പോകുമ്പോഴുള്ള അർജുനനല്ല തിരിച്ചു വരുന്നത്. പശ്ചാത്താപ വിവശനായി, സകല ശക്തി നഷ്ടപ്പെട്ട്, നിരഹങ്കാരനായ അഹങ്കാരമൊക്കെ പോയി, ആ ഗാന്ധീവത്തിന്റെ അഹങ്കാരം ഉണ്ടായിരുന്നു, ഗർവുണ്ടായിരുന്നു. ആ ഗാന്ധീവം ഉയർത്തി പൊക്കിപ്പിടിക്കാൻ പോലും കഴിയാതെ നിലത്തിട്ട് വലിച്ചഴച്ചുകൊണ്ട് പൊട്ടി കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞുകൊണ്ടാ വരണേ. അർജുന, എന്ത് പറ്റി നിനക്ക് വല്ല അധർമ്മം പറ്റിയോ? ദ്വാരകയിലുള്ള ഓരോരുത്തരുടെയും കുശലപ്രശ്നങ്ങൾ പേരെടുത്ത് ചോദിച്ചു. അവസാനം സുധർമ്മ എന്ന ആ മണ്ഡപത്തില് ആ ഭക്തവത്സലനായ മഹാപ്രഭു എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് വിരാജിക്കുന്നില്ലേ എന്ന് ചോദിച്ചതോടുകൂടി നിയന്ത്രിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജാവിൻ്റെ കാലിൽ ദണ്ഡം പോലെ വീണു. കുറെ നേരത്തേക്ക് ആ ഭഗവാന്റെ വിയോഗ ദുഃഖം താങ്ങാനാവാതെ അർജുനൻ മിണ്ടാണ്ട് കിടന്നു. അതിനുശേഷം എഴുന്നേറ്റ് ഒരുവിധം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, രാജൻ, അങ്ങ് ചോദിച്ചവരാരും അവിടെ ഇല്ല. അപ്പോൾ ആ ഭഗവാന്റെ മാഹാത്മ്യം ഞാനും മനസ്സിലാക്കിയില്ല, യാദവന്മാരും മനസ്സിലാക്കിയില്ല. കൃഷ്ണനോട് ഏറ്റവും അടുത്ത് ഇടപഴകി പരിചയപ്പെട്ട് കൂടെ നടന്ന ആളാണ് അർജുനൻ, അല്ലേ? പക്ഷെ ആ കൃഷ്ണൻ കൂടെ ഉണ്ടായപ്പോൾ ആ കൃഷ്ണൻ സർവേശ്വരനാണെന്ന് അറിയാതെ പോയി. ആ കൃഷ്ണനെ ഒരു മനുഷ്യനായും വെറും തൻ്റെ ബന്ധുവായിട്ടാണ് ഞാൻ കണ്ടത്. ഹരിണാ ബന്ധുരൂപിണാ വഞ്ചിത പറയാണ് രാജൻ, ഞാൻ വഞ്ചിതനായി. കൃഷ്ണനെ ഈശ്വരനായി കാണാൻ പറ്റിയില്ലല്ലോ. വിശ്വരൂപം കാണിച്ചു കൊടുത്തല്ലേ ഭഗവാൻ, ഗീതോപദേശം കൊടുത്തല്ലേ ഭഗവാൻ. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മറന്നുപോയി അർജുനൻ. ഭഗവാന്റെ മായാശക്തി നോക്കൂ. അപ്പം നമ്മളൊക്കെ എത്ര മറക്കും? നമ്മളെ എത്ര അധികം കേൾക്കണം, അല്ലേ? ഒരു തവണ കേൾക്കുമ്പോൾ ശരിയായി തോന്നും, മറക്കും, അടുത്ത നിമിഷം മറക്കൂലേ? ഇതാണ് ഭഗവാന്റെ മായയുടെ പവർ. നിരന്തര ശ്രവണവും കീർത്തനവും ഭഗവത് സ്മരണവും ഒക്കെ നമുക്ക് കൂടുതൽ ആവശ്യമാണെന്ന് കാണിക്കുക അവിടെ. അർജുനൻ ഇത്രയും നേരിട്ട് ഭഗവാന്റെ ശിഷ്യനായിട്ട് ഭഗവാൻ ഉപദേശം കേട്ടിട്ട് മറന്നുപോയി എന്ന് പറഞ്ഞാലോ? അർജുനൻ സമ്മതിക്കുക, കുറ്റമേറ്റു പറയുകയാണ്. പശ്ചാത്താപം, കൺഫെഷൻ, കുമ്പസാരം എന്നൊക്കെ പറയില്ലേ, അർജുനൻ്റെ അതാണിത്. ഭഗവാന്റെ മഹത്വം കൊണ്ടല്ലേ അന്ന് പാഞ്ചാലി സ്വയംവരത്തിൽ എനിക്ക് ആ ലക്ഷ്യം ഭേദിച്ച് പാഞ്ചാലിയെ വിവാഹം കഴിക്കാൻ സാധിച്ചത്. അന്ന് ഞാനത് ഭഗവാന്റെ കാരുണ്യമായിട്ട് ഓർത്തില്ലല്ലോ. 10,000 വനവാസകാലത്ത് 10,000 ശിഷ്യന്മാരോടുകൂടി ഭിക്ഷയ്ക്ക് വന്ന ദുർവാസാവിന് ഊണ് കഴിക്കാൻ വഴിയില്ല. പാഞ്ചാലിയുടെ ഊണിന് പാത്രം കമത്തി വെച്ചപ്പോഴാണ് ദുർവാസാവിൻ്റെ വരവ്. ഇതറിയാതെയാണ് ധർമ്മപുത്രൻ പോയിട്ട് അവരെ ഊണ് കഴിക്കാൻ ക്ഷണിച്ചത്. പാഞ്ചാലിയോട് എന്ന് പറയുമ്പോൾ പാഞ്ചാലി നിന്ന് വേർക്കുക. ഇനി നാളെയല്ലേ അതിൽ ആഹാരം ഉണ്ടാവുള്ളൂ. എന്ത് ചെയ്യും? പാഞ്ചാലി ഉള്ളൊരുക്കി കൃഷ്ണനെ വിളിക്കുക. കൃഷ്ണൻ അവിടെ ഊണ് കഴിഞ്ഞ് സാരകയിൽ രുക്മിണിയോട് സല്ലപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭക്തയുടെ വേർപ്പ്, കഷ്ടം, ദുഃഖം. ഭഗവാൻ രുക്മിണി തള്ളി നീക്കിക്കൊണ്ട് ഒറ്റ ഓട്ടം. ഇതാ വരുന്ന കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വേർത്തൊലിച്ചുകൊണ്ട് കൃഷ്ണൻ പാഞ്ചാലിൻ്റെ മുമ്പിലേക്ക്. കൃഷ്ണനെ, എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ടാ ഭഗവാൻ പറ്റും. പാഞ്ചാലി പറയാ, ഭഗവാനെ, ഇതാണ് പരീക്ഷിക്കാനുള്ള സമയം.
ഇവിടെ എൻ്റെ ഊണ് കഴിഞ്ഞ് പാത്രം കഴുകി വെച്ചോ അത്രയ്ക്ക് അറിയില്ലേ, അവിടെ നിന്നല്ലേ പാത്രം തന്നിച്ചത്, നാളെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ എന്ന്. പറഞ്ഞു മാ താലീമി ഹാനയ, നീ ആ പാത്രം എടുത്തുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാവുന്നു. പാത്രം എടുത്തു വന്നപ്പോഴോ അതിൻ്റെ പുറകിൽ ചീരയില പറ്റിയിരിക്കുന്നു. ആ ചീരയില വെച്ച് കയ്യിൽ വെക്കാൻ പറഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കുടിച്ചു കൃഷ്ണൻ. അപ്പോഴോ 10,000 ശിഷ്യന്മാർക്കും ദുർവാസാവിനും 4 കൂട്ടം പ്രഥമൻ കൂട്ടി സദ്യ ഉണ്ട തൃപ്തി. ഇനി മഹാരാജാവിൻ്റെ ഉള്ളിൽ വെള്ളം പോലും മേടിക്കാൻ പറ്റില്ല, യാത്ര പോലും പറയാൻ പോവാതെ വന്ന വഴി തിരിച്ചു പോയി. കണ്ടോ, അത് പാഞ്ചാലിയുടെ കേമത്വമായിട്ടല്ലേ അന്ന് നമ്മൾ വിചാരിച്ചത്. കൃഷ്ണന്റെ കാരുണ്യമായിട്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ രാജൻ, മനുഷ്യനായിട്ട് കൃഷ്ണനെ കണ്ടുവല്ലോ ഞാൻ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ് പൊട്ടി പൊട്ടി കരയുന്നത് പശ്ചാത്തലത്തോടെ. 10,000 ആനയുടെ ശക്തിയുള്ള ജരാസന്ധനെ ഈ ഭീമേട്ടനെ കൊണ്ട് കൊല്ലിച്ച് അങ്ങയുടെ രാജസൂയൻ എത്ര കേമായി നടത്തി തന്നത് കൃഷ്ണ കാരുണ്യമാണെന്ന് അറിഞ്ഞില്ലല്ലോ. ആ കൃഷ്ണനെ രാജസൂയത്തിൽ അഗ്രാസനത്തിൽ പൂജിച്ച് ഏതൊരു ഭഗവാന്റെ പാരതീർത്ഥമാണോ ഗംഗയായത്, മഹാദേവൻ തന്റെ ശുദ്ധിക്ക് വേണ്ടി തലയെടുക്കാണ്ട് ഗംഗാധരനായി വിരാജിക്കുന്നത്, ആ പുണ്യ ഗംഗാജലം കൊണ്ട് പരിശുദ്ധമായ പാഞ്ചാലിയുടെ തലമുടിയല്ലേ ആ നീചനായി ദുശാസനം പിടിച്ചു വലിച്ചത്. അന്ന് അഴിച്ച തലമുടി ഇനി കെട്ടണമെങ്കിൽ ഇത് അഴിച്ചവന്റെ മാറ രക്തം കൊണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തു അവള് അല്ലേ. ആ പാഞ്ചാലി ഇന്നും തലമുടി അഴിച്ചിട്ട് നടക്കേണ്ട ഗതികേട് കാണേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവാതെ ഭാരത യുദ്ധമുണ്ടാക്കി അല്ലേ. ഭീമസേനയെ കൊണ്ട് ദുശാസനെ വധിപ്പിച്ച് അവന്റെ മാറ രക്തം കൊണ്ട് പാഞ്ചാലിയുടെ തലമുടി കെട്ടി നമ്മുടെ മാനം കാത്തത് ഈ കൃഷ്ണനാണെന്ന് അന്ന് ഓർത്തില്ലല്ലോ. ഇതെല്ലാം കൃഷ്ണകൃപ കൊണ്ട് സാധിച്ചതാണെന്ന് ഓർത്തില്ലല്ലോ അല്ലേ. ആർക്കും ജയിക്കാൻ കഴിയാത്ത സ്വച്ഛന്തമത്യുവായ ഭീഷ്മര്, ദ്രോണര്, കർണൻ, ഇങ്ങനെ ഓരോരോ മഹാരഥന്മാരെ നമുക്ക് വഹിക്കാൻ സാധിക്കുമോ? ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ. ഇവരെയൊക്കെ വധിച്ച് ഭാരതയുദ്ധത്തിൽ വിജയിച്ച് അങ്ങ് ചക്രവർത്തിയായിരിക്കുന്നത് അത് ഭഗവാന്റെ കൃപയായി കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഇങ്ങനെ ഓരോരോ സന്ദർഭം പാണ്ഡവരുടെ ജീവിതത്തിൽ ഉണ്ടായത് മുഴുവനും പറയാ. ഈ ഗാന്ധിവം എനിക്ക് ധരിച്ച അഗ്നി ഭഗവാനെ കൊണ്ട് ആ ഭഗവാനല്ലേ, മഹാദേവനെ കൊണ്ട് പാശുപതം ധരിച്ചത് ആ കൃഷ്ണ ഭഗവാനല്ലേ. ഇതൊന്നും നമ്മൾ അതൊക്കെ മറന്നുപോകും. ഇതാണ് ഭഗവാൻ എന്തൊക്കെ നമുക്ക് തരണോ അതൊക്കെ ഓർക്കണ്ടോ, നമ്മൾ മറന്നു പോകും അല്ലേ. അതാണ് ഭഗവാന്റെ മായ. അർജുനൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളും മറക്കണം, ഇങ്ങനെ മറക്കാൻ പാടില്ല. അതിനാ കഥകൾ. എന്നാ അമ്മയോ കുന്തിയോ മറന്നോ, വലുതും മറന്നോ? കുന്തു ഓരോ കാൽവയ്പിലും കൃഷ്ണന്റെ കാരുണ്യവും, കൃഷ്ണനാണ് ഞങ്ങളെ കൊണ്ടു നടക്കുന്നത്, കൃഷ്ണനാണ് ഞങ്ങളെ രക്ഷകൻ എന്നല്ലേ പറഞ്ഞിട്ടല്ലേ കുന്തി സ്തുതി ഉണ്ടോ. എന്നാൽ അർജുനന്റെ കഥയിലേക്ക് വന്നപ്പോഴോ അർജുന എല്ലാം മറന്നുപോയി. ഇത് പറഞ്ഞിട്ടാണ് പശ്ചാത്താപവിവശനായി. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? ഉള്ളുരുകി കൃഷ്ണന്റെ മഹത്വം മനസ്സിലാവാതെ കൃഷ്ണനോട് മാനുഷൻ എന്ന ഭാവത്തിൽ എന്തൊക്കെയാ അപമര്യാദയെ പെരുമാറിയത്. പരസ്യമായി പലരുടെ മുമ്പിൽ വെച്ച് കൃഷ്ണനെ ഇകഴ്ത്തി നിന്ദിച്ചു പറഞ്ഞു. ഇതൊക്കെ കൂട്ടുകാരുടെ തെറ്റിനെ പൊറുക്കണ മാതിരി, ആ അച്ഛനമ്മമാർ മക്കളുടെ തെറ്റിനെ പൊറുക്കണ മാതിരി പുറത്ത കരുണാമൂർത്തിയല്ലേ അവിടെ നിന്ന്. ഇങ്ങനെ ഉള്ളുരുകിക്കൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നിരന്തരം ചിന്തിച്ചു, ധ്യാനിച്ചു, ഓർമ്മിച്ചു, സ്മരിച്ചു. വാസുദേവാംഘ്യനുധ്യാന പരിബൃംഹിതരം ഹസാ ഭക്രിയ നിർമ്മതിത അശേഷ കഷായ ദിഷണോർജുന എന്നാണ് ഭാഗവതം പറയുന്നത്. എന്ത് ഉള്ളുരുകിക്കൊണ്ട് കുറ്റബോധത്തോടെ പശ്ചാത്താപവിവശനായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാതാരവിന്ദങ്ങളെ തീവ്രമായി സ്മരിച്ചപ്പോൾ ആ സ്മരണയാവുന്ന ഭക്തി കൊണ്ട് അർജുനന്റെ മനസ്സിലെ സർവ്വ കർമ്മവാസനകളും നീങ്ങി മനസ്സ് അത്യന്തം പരിശുദ്ധമായി നിർമ്മലമായി. എപ്പോൾ മനസ്സ് പരിശുദ്ധവും നിർമ്മലമാവോ അപ്പോഴാണ് ഗുരു ഉപദേശം, സജ്ജനങ്ങളിൽ നിന്ന് കേട്ട ഉപദേശം നമുക്ക് അനുഭവമാവുക. അപ്പം എന്തായി? ആ എത്ര സംഗ്രാമമൂർധനി കർമ്മ തമോരുദ്ധം പുനരധികമത്. കാലം കൊണ്ടും കർമ്മം കൊണ്ടും മറന്നുപോയ ആ ഗീതോപദേശം അർജുനന് ഇപ്പോൾ ഓർമ്മ വന്നു അത്രേ. അതോടെയോ ജീവൻ മുക്തനായി, ബ്രഹ്മജ്ഞാനിയായി, ദുഃഖങ്ങൾ തീർന്നു, സകലതും ഭഗവന്മയമായി കണ്ടു അദ്ദേഹം. അങ്ങനെ ആ അർജുനനും ധന്യനായി. ഇത് കേൾക്കേണ്ടതാമസം നേരത്തെ തന്നെ കൃഷ്ണന്റെ മഹത്വം അറിഞ്ഞ് ആശ്രയിച്ച് ആ ജീവൻ മുക്തനെയാണ് അമ്മ കുന്തി അപ്പം തന്നെ കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് അവിടെ തന്നെ ദേഹത്തെ വിട്ടു. ധർമ്മപുത്രത് കേട്ടതും ഈ ലോകം മുഴുവൻ ശൂന്യമായി അദ്ദേഹം തോന്നി. രക്ഷയില്ലാത്ത ഈ ലോകം തനിക്ക് വേണ്ട, പൗത്രനായ ഈ പരീക്ഷത്തിനെ രാജാവാക്കി വാഴിച്ചു വെച്ച് അദ്ദേഹം ദിഗംബരനായി വസ്ത്രങ്ങൾ പോലും ഇല്ലാതെ കൃഷ്ണനെ ഹൃദയത്തിൽ വെച്ച് ധ്യാനിച്ചുറപ്പിച്ചുകൊണ്ട് ആ കൃഷ്ണപ്രാപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒറ്റപ്പോക്ക് ഹിമാലയത്തിലേക്ക് സഹോദരന്മാരും. അങ്ങനെ ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ടും രാജ്യം പിടിച്ചെടുത്തിട്ടും ഭോഗങ്ങൾ ഉണ്ടായിട്ടും ആ കിട്ടാത്ത ശാശ്വതമായ ശാന്തി, സുഖം, ആനന്ദം പാണ്ഡവർക്കും കിട്ടിയപ്പോഴാ ഇതെല്ലാം നശ്വരമാണെന്ന് തിരിച്ചറിവുണ്ടായി. അതൊക്കെ വിട്ട് ശാശ്വതനായ ഭഗവാനെ ആശ്രയിച്ച് ധ്യാനിച്ച് സാക്ഷാത്കരിച്ചപ്പോഴാണ്.
കൗരവന്മാരുടെ കഥ പറഞ്ഞൂലേ, കൗരവന്മാർ അധർമ്മത്തെ വേണ്ടി അധർമ്മത്തിലൂടെ എല്ലാം വെട്ടിപ്പിടിച്ചു, അവരാരും ശരിയായില്ല. അവസാനം വിതുരൻ്റെ ഉപദേശം കേട്ടതുകൊണ്ട് ധൃതരാഷ്ട്രനെങ്കിലും രക്ഷപ്പെട്ടു. പാണ്ഡവന്മാർ ഇതാ ആ നാരദൻ്റെ നിർദ്ദേശമനുസരിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്ത് ഭഗവാനെ അടഞ്ഞ് മുക്തരായി തീർന്നു. ഇങ്ങനെയാണ് പരീക്ഷിത്ത്, നമ്മുടെ കഥാനായകനായ പരീക്ഷിത്ത് രാജാവാണ്. കുട്ടിക്കാലത്താണ് അദ്ദേഹം രാജാവായത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൃഷ്ണൻ പോയ അന്ന് കലി ആരംഭിച്ചു. പിന്നെ കുറച്ചു കാലം ധർമ്മപുത്രം ഭരിച്ചു. പിന്നീട് ഇദ്ദേഹം രാജ്യം ഭരിച്ചു. പരീക്ഷിത്ത് ഭാരതത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ സദ്ഭരണം കൊണ്ട് ജനങ്ങൾക്കൊക്കെ അവിടെ നന്മയുണ്ടായി. ധർമ്മമൊക്കെ ദുഷിച്ച ധർമ്മത്തെയൊക്കെ അദ്ദേഹം വേണ്ട പോലെ ഉയർത്തി. അതിനുശേഷം അതിന് പ്രായമായ സമയത്താണ് അദ്ദേഹത്തിന് ശാപം ഉണ്ടാവുന്നതും ഭഗവാനെ ആശ്രയിക്കുന്നതൊക്കെ. ആ കഥകൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാണാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय